ശ്രീ നിജേഷ് അരവിന്ദ് ഈ പറയുന്ന എന്താണ് റോഡ് സുരക്ഷാ കമ്മീഷൻ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി ഇതിയാനെ അവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് എന്തൊക്കെയോ റോഡ് സേഫ്റ്റി കമ്മീഷനോ റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരോ എൻഫോഴ്സ്മെന്റ് RTOമാരോ ആരൊക്കെ എന്തൊക്കെയോ പദവികൾ എവിടെയൊക്കെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്താണ് അപകടങ്ങൾ നിർബാധം തുടരുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊന്നും ഏറ്റെടുക്കാൻ സമയവുമില്ല. നിജേഷ്, പ്രതിപക്ഷം എവിടെയാണ്? നമ്മുടെ കൺമുന്നിൽ പൊലിഞ്ഞുപോയ ആ 4 കൊച്ചു കുട്ടികളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ കുടുംബത്തിൻ്റെ നാടിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തിനെ കാണുന്നത് എന്നാലോചിക്കുമ്പോൾ സത്യത്തിൽ ഒരു ഹൃദയം വിങ്ങുകയാണ്. ഒരു പൗരൻ ടാക്സ് അടയ്ക്കുമ്പോൾ സർക്കാരുമായിട്ടൊരു എഗ്രിമെൻ്റാണ്, എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാമെന്ന്. ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് രൂപ ടാക്സ് കൊടുക്കുന്നു. ആ ടാക്സ് കൊടുത്താൽ ഒരു സുരക്ഷിതമായ പാത ഒരുക്കേണ്ട ഉത്തരവാദിത്തം അത് സർക്കാരിൻ്റെതാണ്. ആ പെട്രോൾ, അതിനകത്തേക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന സമയത്ത് 30 രൂപ വെച്ച്, ഏകദേശം 30 രൂപ വെച്ച് 2 സർക്കാരുകൾ വാങ്ങിപ്പോകുമ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആണ്. അവർക്ക് സുരക്ഷ കൊടുക്കണം. ആ എഗ്രിമെൻറ്റിൽ നിന്നാണ് ആ റോഡ് നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥന്, എഞ്ചിനീയർക്ക് ശമ്പളം കൊടുക്കുന്നത്. ആ റോഡ് സുരക്ഷിതമാണോ, അലൈൻമെൻറ്റ് സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ആ ടാക്സിൽ നിന്നാണ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്ന സമയത്ത് ഒരു ദേശീയപാതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ തൻ്റെ മുന്നിലേക്ക് വരുന്ന നിവേദനങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനോട് പറയേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കുണ്ട്. അതുകൊണ്ടാണ് പാലക്കാടിൻ്റെ MP പലതവണ പറഞ്ഞു എന്ന് പറയുന്നത്. കേരളത്തിലെ കോങ്ങാട് MLA ശ്രദ്ധ ക്ഷണിക്കുന്നു. 2022 6 മാസം കൊണ്ട് 55 അപകടങ്ങൾ ഉണ്ടായ റോഡാണ്, ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇന്ന് ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞല്ലോ, റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണമെടുത്ത് നമുക്കത് പരിഹരിക്കാമെന്ന് പറയുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നു ഇനിയൊരു ജീവൻ പൊലിയരുത് എന്ന് പറയുന്നു. ഇവരൊക്കെ ഇതിന്റെ ഉത്തരവാദിത്വം നാളേക്ക് പറയുമ്പോൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇത്ര നേരം കാത്തു നിൽക്കേണ്ടിയിരുന്നോ? ആ നാട്ടിലെ ജനങ്ങളുടെ വല്ലാത്തൊരു രോഷ പ്രകടനം നമ്മൾ കണ്ടില്ലേ? നമ്മൾക്ക് പത്രം വായിക്കാൻ തോന്നിയോ? വാർത്ത കേൾക്കാൻ തോന്നിയോ? അതോ ഇതിനെ ജനറലൈസ് ചെയ്യുക, അവിടെ വളവില്ലേ, ഇവിടെ തിരിവില്ലേ എന്ന് ചോദിക്കുന്നത് ശരിയാണോ എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഓരോ പൊതുപ്രവർത്തകനും ആലോചിക്കണം. അനാവശ്യമായി പരോക്ഷമായി ഒരു ന്യായീകരണത്തിന്റെ സൂചന തരുന്നുണ്ട് എങ്കിൽ ആ സൂചന പോലും അരോചകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് നോക്കാൻ ആളുണ്ട് ഇവിടെ, ഇത് നോക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ. എത്രയേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇവിടെ. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു റോഡില് 2-4 കൊല്ലമായിട്ടും നിരന്തരം വാഹനങ്ങൾ വന്ന് ഇടിച്ച് താഴെ വീണിട്ടും സ്ലിപ്പ് ചെയ്തു പോയിട്ടും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് കൂടിയിട്ട് നാളെ സ്പീഡ് ബ്രേക്കർ വെക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായോ? ശരിക്കും ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ഈ ദേശീയപാത എത്രയോ കാലമായിട്ട് വാഹനങ്ങൾ വന്നു വീഴുമ്പോൾ അന്നൊന്നും കേൾക്കാത്ത, അന്നൊന്നും തുറക്കാത്ത കണ്ണുകളും കാതുകളും ഇന്ന് പ്രഹസനത്തിന് വേണ്ടി തുറക്കുമ്പോൾ ഒരു പൗരന്റെ ഹൃദയമാണ് അവിടെ ഇടിഞ്ഞു വീഴുന്നത്, പൗരന്റെ അഭിമാനമാണ് ഇടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് ഇതിനോടുള്ള ഒരു വളരെ വലിയ പ്രയാസമാണ്. ഒരു ഘട്ടത്തിൽ പോലും ആരെങ്കിലും ഭരിക്കട്ടെ, അത് കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, ഒരു പൗരന്റെ ധർമ്മം, ശ്രീ കൃഷ്ണദാസ് ആണെങ്കിലും ഞാനാണെങ്കിലും നാസർ ആണെങ്കിലും ആ കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിലും പൗരനല്ലേ? ഒരു പൗരന് അവകാശങ്ങൾ തരണ്ടേ? പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അവിടെ നാട്ടികയിൽ വഴിയിൽ കിടന്ന് ഉറങ്ങിക്കിടന്ന നാടോടി ബാലന്മാർക്ക് നേരെ വണ്ടി ഇടിച്ച് കയറി ആൾ വരിക്കുന്നു. അവിടെ കളർ കോഡ് 4 പേർ കയറാവുന്ന വണ്ടിയിൽ 13-14 പേരുമായി പോകുന്നു. അതുവരെ പോലീസ് ആരും കാണുന്നില്ല. നാട്ടികയിലെ ആ വണ്ടി ആ പരുവത്തിൽ വന്നിട്ട് ഒരു പോലീസുകാരും എവിടെയും കണ്ടില്ല. ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലീസ് ആക്ട് ചെയ്തിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് RTO ആക്ട് ചെയ്തിട്ടുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലേ? സമരമായി ഇറങ്ങണ്ടേ? സർക്കാരിനെ ചൂണ്ടിക്കാണിക്കണ്ടേ? സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണ്ടേ? അത് പ്രതിപക്ഷം ചെയ്യുന്നുണ്ടോ നിജേഷ്? തീർച്ചയായിട്ടും ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല. ആദ്യം നയപരമായിക്കൊണ്ട് MP ആണെങ്കിലും MLA ആണെങ്കിലും നയപരമായിട്ട് ഇടപെടാനുള്ള ശ്രമം നടത്തുന്നു. ഇനി അങ്ങോട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ, നിവേദനം കൊടുത്തിട്ട് കേൾക്കാതെ, ശ്രദ്ധ ക്ഷണിച്ചിട്ട് കേൾക്കാത്ത ഇടത്താണ് എങ്കിൽ പ്രത്യക്ഷ സമര പരിപാടിയാണ് ആവശ്യമെങ്കിൽ ആ ഘട്ടത്തിലേക്ക് പോവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷം ആരെങ്കിലും വിളിക്കുന്ന യഥാർത്ഥ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും.